ലിവർപൂളിനോടേറ്റ കനത്ത പരാജയത്തിന് ശേഷം എംബാപ്പെ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. ഞങ്ങൾ പോകുന്നത് ഇപ്പോൾ ഒരു ഭയങ്കര ഡിഫിക്കൽട്ട് ടൈമിലൂടെയാണ്, പക്ഷേ ഈ ഡിഫിക്കൽട്ട് ടൈമാണ് ഞാൻ ആരാണെന്ന് കാണിക്കാനുള്ള ബെസ്റ്റ് ടൈം എന്നുള്ളൊരു ഡയലോഗാണ് അന്ന് എംബാപ്പെ അടിക്കുന്നത്. എംബാപ്പെ ഇങ്ങനൊക്കെ ഒരു ഡയലോഗ് അടിച്ച സ്ഥിതിക്ക് ഉറപ്പായിരുന്നു കളി മാറും, എംബാപ്പെ താൻ ആരാണെന്ന് കാണിക്കും. അത് തന്നെയാണ് പിന്നീട് റയൽ മാഡ്രിഡിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ആൾ ആ ഒരു സ്പാനിഷ് അറ്റ്മോസ്ഫിയറിനോട് അഡാപ്റ്റ് ആവുന്നു, ഈ റയൽ സ്ക്വാഡിനോട്ട് കംപ്ലീറ്റ്ലി ആൾ ജെല്ലാവുന്നു. ആ ഒരു നമ്പർ 9 റോള് ആൾ ഭംഗിയായിട്ട് ഏറ്റെടുത്ത് പിന്നീട് റയലിൻ്റെ അറ്റാക്കിൻ്റെ ടാലിസ്മാനായി മാറുന്നൊരു എംബാപ്പേനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ ഒരു സീസണിൽ എംബാപ്പെ കംപ്ലീറ്റ്ലി ഡിപ്പാവുമോ എന്നൊക്കെ വിചാരിച്ച് അവിടെ നിന്ന് ചിലർ എംബാപ്പെ ആ ഒരു ബാലൻഡിയോർ റേസിലേക്ക് എത്തുമോ എന്നുള്ള ഡിസ്കഷൻസ് വരെ നിലവിൽ തുടങ്ങിക്കഴിഞ്ഞു. നിലവിലുള്ള മാച്ചുകളൊക്കെ നോക്കുകയാണെങ്കിൽ കൺസിസ്റ്റൻ്റായിട്ട് അറ്റാക്കിൽ ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസ് എംബാപ്പെ ഡെലിവർ ചെയ്യുന്നുണ്ട്. എംബാപ്പെ ഭീകര വർക്ക് ലോഡ് എടുക്കുന്നുണ്ട്. ബെല്ലിംഗ്ഹാമിനായിട്ട് കൃത്യമായിട്ടുള്ള കോമ്പിനേഷൻ കൊണ്ടുവരാൻ ആൾക്ക് പറ്റുന്നുണ്ട്. വിനീഷ്യസുമായിട്ടും റോഡ്രിഗോ ആയിട്ടും കൃത്യമായിട്ടുള്ള കെമിസ്ട്രി ആൾ വർക്കൗട്ട് ചെയ്യിക്കുന്നുണ്ട്. ആൾ പിച്ചിച്ചി ട്രോഫിയിൽ എപ്പോൾ വേണമെങ്കിലും മേലേക്ക് വരാം എന്നുള്ള ഒരു ലെവലിലാണ് നിൽക്കുന്നത്. സോ എംബാപ്പെ പറഞ്ഞു ഞാൻ കാണിക്കും, അത് എംബാപ്പെ കാണിക്കുന്നു. അതാണ് ആളുടെ ഒരു മെൻറ്റാലിറ്റി എന്നുള്ളത്. ചില സമയത്തൊക്കെ മൂപ്പരെ സംശയിച്ചവർക്കുള്ള കൃത്യമായ മറുപടിയാണ് ഇപ്പോൾ എംബാപ്പെ നൽകിക്കൊണ്ടിരിക്കുന്നത്.